15-ാം നൂറ്റാണ്ടിൽ ശ്രീലങ്കയിൽ അധികാരത്തിലുണ്ടായിരുന്ന നായർ വംശജനായിട്ടുള്ള ഒരു രാജാവായിരുന്നു ഭുവനൈകബാഹു ആറാമൻ. ശ്രീലങ്കയിലെ കോട്ടെ എന്ന രാജ്യത്തെ രാജാവായിരുന്നു ഇദ്ദേഹം. നായർ രാജവംശം ശ്രീലങ്കയിൽ കുരുകുല സൂര്യ, കുരുകുല ക്ഷത്രിയർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നു. ഭുവനൈകബാഹു ആറാമൻ്റെ മറ്റു പേരുകൾ ചെമ്പക പെരുമാൾ, അതിന് സിംഹള ഭാഷയിൽ ചമ്പുമ കുമാരായ എന്ന് പറയും, ത്രിസിംഹളാധീശ്വര, നവരത്നാധിപതി എന്നിങ്ങനെയൊക്കെയാണ്. കോട്ടെ രാജാവായിരുന്ന പരാക്രമബാഹു ആറാമൻ ദത്തെടുത്തതാണ് ഇദ്ദേഹത്തെ. ഇദ്ദേഹം ഭരണത്തിലിരുന്ന വർഷം 1450 മുതൽ 1477 വരെയായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മാതാവിൻ്റെ പേര് സ്വർണ്ണ സ്വാതി ദേവി എന്നും വളർത്തുമാതാവിൻ്റെ പേര് സ്വർണ്ണ മാണിക്യ ദേവി എന്നുമായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ പേര് മാണിക്യ തലവൻ നായർ അഥവാ പ്രതിരാജ. ഇദ്ദേഹത്തിൻ്റെ വളർത്തുപിതാവിൻ്റെ പേര് പരാക്രമബാഹു ആറാമൻ. ഇദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ പേര് പരാക്രമബാഹു ഏഴാമൻ. ഇദ്ദേഹം വിശ്വസിച്ചിരുന്ന മതം തേരാവാദ അഥവാ ഹീനയാന ബുദ്ധമതമായിരുന്നു. ഇദ്ദേഹം ധാരാളം ബുദ്ധക്ഷേത്രങ്ങളും സ്തൂപങ്ങളും പണികഴിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ജാഫ്നയിലെ പ്രശസ്തമായ, അതായത് ജാഫ്ന അഥവാ യാഴ്പ്പാണത്തെ പ്രശസ്തമായ നല്ലൂർ കന്ദസ്വാമി ക്ഷേത്രം അഥവാ സുബ്രഹ്മണ്യ ക്ഷേത്രം നിർമ്മിച്ചതും ഇദ്ദേഹമാണ്. സിംഹള വംശജനല്ലാത്തതുകൊണ്ട് ഇദ്ദേഹത്തെ പുറത്താക്കാൻ നാട്ടിൽ ധാരാളം കലാപങ്ങളുണ്ടായി. 1447 ജാഫ്ന സാമ്രാജ്യം കീഴടക്കിയതാണ് ഇദ്ദേഹത്തിൻ്റെ പ്രധാന നേട്ടം. ഈ ജാഫ്ന യുദ്ധവിജയം, ഇതിനെക്കുറിച്ചുള്ള റിഫറൻസുകൾ കോകില സന്ദേശം, സേലാലിഹിനി സന്ദേശം എന്നീ 15-ാം നൂറ്റാണ്ടിലെ സിംഹള കാവ്യങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട്. കേരളത്തിൽ നിലനിന്നിരുന്ന താന്ത്രിക ബുദ്ധമതവും മഹായാന ബുദ്ധമതവും ശ്രീലങ്കയിൽ പ്രചരിപ്പിക്കുവാൻ ഇദ്ദേഹം ശ്രമങ്ങൾ നടത്തിയതായി രേഖകളുണ്ട്. ചരിത്രം: 14-ാം നൂറ്റാണ്ടിൽ തമിഴ്നാട്ടിൽ നിന്നും കുടിയേറിയ മീൻപിടുത്തക്കാരും അറബി വംശജരായ മീൻപിടുത്തക്കാരും ചേർന്ന് ശ്രീലങ്കയിലെ മറ്റു നാട്ടുരാജ്യങ്ങളെ ആക്രമിച്ചു തുടങ്ങി. വൻ ലഹളയുടെയും കൊള്ളയുടെയും രൂപത്തിലായിരുന്നു ഇത്. ഈ ലഹള അടിച്ചമർത്താൻ കോട്ടെ രാജ്യത്തെ രാജാവായ പരാക്രമബാഹു ആറാമൻ കാവേരി പട്ടണത്തു നിന്ന് മുതലിയാർ പടയാളികളെയും മലയാളത്തിൽ നിന്ന് നായർ പടയാളികളെയും കൊണ്ടുവന്നു. ഇവർ പിന്നീട് ലഷ്കർ എന്നറിയപ്പെട്ടു. അതായത് പേർഷ്യൻ ഭാഷയിൽ ലഷ്കർ എന്ന് പറഞ്ഞാൽ പോരാളികൾ എന്നാണ് അർത്ഥം. ഈ മുതലിയാർ പടയുടെയും നായർ പടയുടെയും റോയൽ ചീഫ് ആയിരുന്നു യുദ്ധപ്രഭു ആയിരുന്ന മാണിക്യ തലവൻ നായർ. ഇദ്ദേഹം പ്രതിരാജ എന്ന പേരിലും അറിയപ്പെട്ടിരുന്നു. 3 മാസത്തെ പോരാട്ടത്തിനു ശേഷം ഇവർ പുത്തലം അഥവാ പുത്തഴം കോട്ട പിടിച്ചെടുക്കുകയും അവിടെ തമ്പടിച്ചിരുന്ന അറബികളെയും മീൻപിടുത്തക്കാരെയും പുറത്താക്കുകയും ചെയ്തു. പുത്തളം പിടിച്ചടക്കിയ ഈ പോരാളികൾ പിന്നീട് വടക്കോട്ട് കയറി തമിഴ്നാട്ടിലെ നാഗപട്ടണം പിടിച്ചെടുത്തു. ഇവിടെ മാണിക്യത്തലവൻ നായർ കൊല്ലപ്പെട്ടു. ഇവരുടെ പടത്തലവനായ തനിക്ക് വേണ്ടി യുദ്ധത്തിൽ കൊല്ലപ്പെട്ട മാണിക്യത്തലവൻ നായരോടുള്ള സ്നേഹവും ആദരവും മുൻനിർത്തി പരാക്രമബാഹു ആറാമൻ തൻ്റെ അനന്തരാവകാശിയായി മാണിക്യത്തലവൻ നായരുടെ മകനായ ചെമ്പക പെരുമാളിനെ രാജാവായി അഭിഷേകം ചെയ്തു. ഇദ്ദേഹം ഭുവനൈകബാഹു ആറാമൻ എന്ന പേര് സ്വീകരിച്ചു. ഭുവനൈകബാഹു ആറാമൻ തൻ്റെ മകളുടെ വിവാഹം നടത്തുവാൻ പ്രയാസപ്പെട്ടു. കാരണം സിംഹളനല്ലാത്ത നായർ വംശജനായതിനാൽ ബുദ്ധസന്യാസിമാർ വിവാഹ കാർമ്മികത്വം നടത്തി കൊടുക്കുവാൻ ഇദ്ദേഹത്തോട് വിസമ്മതം അറിയിച്ചു. ഇതിനെ തുടർന്ന് തൻ്റെ മകളുടെ വിവാഹത്തിന് കാർമ്മികത്വം വഹിക്കുവാനായി ഭുവനൈകബാഹു നായന്മാരുടെ പുരോഹിതരായ, അതായത് നായർ സമുദായത്തിലെ തന്നെ പുരോഹിതരായിട്ടുള്ള മലയാള ബ്രാഹ്മണരായ ഇളയതുമാരെ കൊണ്ടുവരുവാൻ തൻ്റെ വിശ്വസ്തനായ പീരുവാല എന്ന മുസ്ലിമിനെ മലയാളം നാട്ടിലേക്ക് അയച്ചു. പക്ഷേ എത്ര പ്രലോഭിപ്പിച്ചിട്ടും ഇളയതുമാർ ലങ്കയിലോട്ട് പോകുവാൻ കൂട്ടാക്കിയില്ല. തുടർന്ന് സരളഗ്രാമം എന്ന സ്ഥലത്തു നിന്ന് 8 ഇളയതുമാരെ പീരുവാല ബലമായി തട്ടിക്കൊണ്ടുപോയി ലങ്കയിൽ എത്തിച്ചു. ഇവരെ രാജാവ് വലിയ ആദരവോടും ആഘോഷത്തോടും കൂടെ സമ്മാനങ്ങളോടെയും കൂടെ സ്വീകരിച്ചു. ഇളയതുമാരുടെ കുടുംബങ്ങളും നായർ പടയാളികളുടെ കുടുംബങ്ങളും കാലക്രമേണ സിംഹള വംശത്തിൽ ലയിക്കുകയും ഇന്ന് സാളഗമ എന്ന ജാതിയിൽ അറിയപ്പെടുകയും ചെയ്യുന്നു.
ഈ ചരിത്രത്തിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട രേഖകൾ ക്രിട്ടിക്കൽ ഹിസ്റ്ററി ഓഫ് ജാഫ്ന, ജ്ഞാനപ്രകാശ്, രാജാവല്യ, കോട്ടെ ഡൈനാസ്റ്റി ആൻഡ് പോർട്ടുഗീസ് അലൈസ്, ബുദ്ധ ക്രൗൺ ബൈ ജോൺ ക്ലിഫോർഡ് ഹോൾട്ട്, കംപ്ലീറ്റ് ഇല്ലസ്ട്രേറ്റഡ് ഹിസ്റ്ററി ഓഫ് ശ്രീലങ്ക, മുക്കാര ഹട്ടാന, ബ്രിട്ടീഷ് മ്യൂസിയം, ലണ്ടൻ, തെങ്കാശി ഇൻസ്ക്രിപ്ഷൻസ് ഓഫ് ഹരികേസരി പരാക്രമ പാണ്ഡ്യൻ, പോർട്ടുഗീസ് രേഖകൾ, പോർട്ടുഗീസ് എൻകൗണ്ടർ വിത്ത് കിങ് ഓഫ് കോട്ടെ, സെയിൻറ്റ് ഫ്രാൻസിസ് രേഖകൾ എന്നിവയാണ്.